എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു അംഗമാണ് അൻസിബ. അതെ, ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് അതെ. ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കാര്യം പറഞ്ഞു എന്ന് വേറൊരാൾ പറഞ്ഞതിന്റെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി പറഞ്ഞതിന്റെ പേരില് ജോയിന്റ് സെക്രട്ടറി സ്ഥാനം പോലുള്ള ഒരു പ്രധാനപ്പെട്ട പദവി രാജിവെച്ച് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു മനസ്സിലാക്കി. ഒരിക്കലും ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ രാജിയെ പറ്റി ഈ അൻസിബ ഇപ്പോഴല്ല സംസാരിക്കുന്നത്. ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളായിരുന്നല്ലോ. അപ്പൊ ഈ മെമ്മറി കാർഡിന്റെ വിഷയമൊക്കെ വന്നു കഴിഞ്ഞ സമയത്ത് തന്നെ ഞാനും അൻസിബയൊക്കെ ഒരു സെറ്റാണ്. ഞങ്ങൾ എന്തോ ആദ്യം ഞങ്ങളായിരുന്നു ടാർഗറ്റഡ് പേഴ്സൺസ്, ഞാനും അൻസിബയും ആയിരുന്നു. അപ്പോ ഈ ഞങ്ങളുടെ സെക്രട്ടറി വളരെ ഇതായിട്ട് ഞങ്ങളുടെ അടുത്ത് റൂഡായിട്ട് പെരുമാറുന്ന ഘട്ടത്തിൽ അൻസിബ എന്റെ അടുത്ത് പറഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർ കൂടെ രാജിവെക്കാം, എന്നിട്ട് പ്രസ് മീറ്റ് വിളിക്കാം, ഇതൊരു സ്ത്രീവിരുദ്ധ കമ്മിറ്റിയാണെന്ന് നമുക്ക് പറയാമെന്ന് ഇതേ അൻസിബ ഹസൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇന്നലത്തെ ഒരു പെട്ടെന്ന് വന്നൊരു പ്ലാനൊന്നും അല്ല അൻസിബയ്ക്ക് രാജിവെക്കണമെന്ന്. അത് ഈ കമ്മിറ്റി ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ അൻസിബയ്ക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ജനറൽ ബോഡിക്ക് മുമ്പ് തീർച്ചയായിട്ടും ഉണ്ടാകും. അതിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം എനിക്ക് ഒരു മാസത്തേക്ക് വിലക്കുണ്ട്. അതാണ് എനിക്കും അറിയാത്തത്. കാരണം പല രീതിയിലും മാപ്പ് പറഞ്ഞു, കെട്ടിപ്പിടിച്ചു. അപ്പോ ഇവര് സമാധാനിക്കുന്നില്ല, നമ്മുടെ നീന ചേച്ചി സമാധാനിക്കുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ചേച്ചി ഞാൻ പുറത്തു പോയാൽ ചേച്ചിക്ക് സമാധാനമോ? പോട്ടെ, ഞാൻ രാജിവെച്ചാൽ ചേച്ചിക്ക് സമാധാനമാവുമോ? എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാൻ, ചേച്ചി വിഷമിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോഴത്തേന് പുള്ളിക്കാരി പറഞ്ഞു, ഒരു മാസം ലക്ഷ്മിപ്രിയ മാറി നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പം എല്ലാരും പറഞ്ഞു, അതൊരു ഞങ്ങളുടെ ബൈലോ പ്രകാരം പോലും ശാസനയാണ് ആദ്യത്തെ ഉള്ള ഒരു കാര്യം. രണ്ടംഗങ്ങൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ശാസനയാണ് ആദ്യമേ ഉള്ളത്. അതില്ലാതെ ഈ പറയുന്ന ബിൽഡപ്സ് ഒന്നും അതിന് കൊടുക്കാനായിട്ട് പറ്റില്ല. തന്നെ അപമാനിക്കപ്പെടേണ്ട വ്യക്തി ഞാനായിരുന്നല്ലോ, അത് ഞാൻ ആവോളം അപമാനിക്കപ്പെട്ടു. എന്താ പറയാ, ലക്ഷ്മിപ്രിയ പറയുന്ന പച്ചത്തെറി കേൾക്കും, അതിൽ എന്ത് പച്ചത്തെറിയാണുള്ളത്? ഞാൻ ശപിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് അത്രയ്ക്ക് സങ്കടം വന്നിട്ടാണ്. കാരണം തലേദിവസം ഇവര് കാണിച്ച പെർഫോമൻസ് എന്ന് പറയുന്നത് നമുക്കൊരു മനുഷ്യൻ ഉൾക്കൊള്ളാൻ പറ്റാത്ത പെർഫോമൻസ് ആയിരുന്നു. അതും കഴിഞ്ഞിട്ടാണ് എന്റെ അടുത്ത് പാവപ്പെട്ട നല്ല അമ്മമാരെ സ്റ്റേജിൽ കയറ്റി കളിപ്പിക്കുന്നത്. 80 വയസ്സുള്ള കൃഷ്ണനും 10-67 വയസ്സുള്ള മറ്റ് ആൾക്കാരും ഒക്കെ എല്ലാം 60+ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു നൃത്തശില്പം ചെയ്യുമ്പോൾ അതിലേക്ക് ഒരു മെയിൻ ക്യാരക്ടർ അവതരിപ്പിക്കേണ്ട കുട്ടിയെ ഇവര് കാരണം അവർക്ക് സ്റ്റേജിൽ കയറാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞ ഒരു കാര്യത്തിനാണ് ഞാൻ അവരെ വിളിച്ച് സംസാരിക്കുന്നത്. കാരണം അപ്പൊ എന്റെ മനസ്സിൽ ഏറ്റവും മോശക്കാരിയായ ഒരു വ്യക്തിയായിട്ട് ഇവർ മാറി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ ഞാൻ പറയുന്നുണ്ട്, ചേച്ചി ഇതായിരുന്നു, ഞാൻ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചായിരിക്കാം, നിങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായി കാണില്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് മാപ്പ് പറയുന്നു എന്നൊക്കെ പറഞ്ഞപ്പം ഇവരുടെ ആവശ്യം എന്നെ ഒരു മാസത്തേക്ക് മാറ്റി നിർത്തണം. അപ്പൊ മറ്റുള്ളവർ പറഞ്ഞു, അങ്ങനെ ലക്ഷ്മി ഒരു മാസത്തേക്ക് മാറ്റി നിർത്താനൊന്നും പറ്റില്ല, ഇത് നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ സെക്രട്ടറി പറഞ്ഞു, അത് നീനയ്ക്ക് സന്തോഷമാവട്ടെ, കാരണം ആ കുട്ടിയല്ലേ പരാതിക്കാരി. അതായത് നീനാക്കുറുപ്പ് പരാതിക്കാരി ആയതുകൊണ്ട് നീനാക്കുറുപ്പിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മിപ്രിയ ഒരു മാസം മാറി നിന്നോളൂ. അന്നേരം പറഞ്ഞു, നമുക്കൊരു പോളിംഗ് വേണ്ടേ? അതിന് പോളിംഗ് ഒന്നും വേണ്ട. സെക്രട്ടറി പറഞ്ഞാണ് അതിന് പോളിംഗ് ഒന്നും വേണ്ട, ഒരു മാസത്തേക്ക് നീനാക്കുറുപ്പ് മാറി നിൽക്കട്ടെ, നീനാക്കുറുപ്പ് ലക്ഷ്മിപ്രിയ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി ഹാപ്പി ആവട്ടെ, 1 മാസോ 2 മാസോ 3 മാസോ ഞാൻ മാറി നിൽക്കാം എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാൻ മാറി നിൽക്കുന്നത്. എന്തിന് ടിനി ടോമിനെ മാറ്റി നിർത്തണം? ടിനി ടോം അൻസിബ ഹസനെ പറയുന്നത് അൻസിബ ഹസൻ കേട്ടിട്ടുണ്ടോ? നീനാക്കുറുപ്പ് പറഞ്ഞു എന്നാണ് പറയുന്നത്. നീനാക്കുറുപ്പ് കൊടുത്ത പരാതിയിൽ ഈ കാര്യങ്ങളുണ്ട്. ഏത് നീനാക്കുറുപ്പ് എന്നാണ് പരാതി കൊടുത്തത്? ഈ മെയ് 12-ാം തീയതി അല്ലേ പരാതി കൊടുത്തത്? ഞങ്ങൾ ആ പരാതി കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും ടിനി ടോം അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടിനി ടോമിന് അങ്ങനെ ഒരു ഇതുണ്ടാവും. പക്ഷേ ഈ പറയുന്ന ഇതിനെക്കാട്ടിലും വലിയ കാര്യം പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ തെളിവായിട്ടുണ്ട്. അതുല്യ എന്ന് പറയുന്ന ഞങ്ങളുടെ മാനേജർ ഇവര് ടെർമിനേറ്റ് ചെയ്തല്ലോ, ഞങ്ങളുടെ കുക്കു പരമേശ്വരൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സെക്രട്ടറി ടെർമിനേറ്റ് ചെയ്തല്ലോ. ആ കുട്ടി വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, അൻസിബ ഹസൻ എന്ന് പറയുന്ന വ്യക്തിയെ മലയാളത്തിന്റെ ഒരു മഹാനടനെയും ചേർത്ത് ഈ കുക്കു പരമേശ്വരൻ ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ സരയു മോഹൻ സാക്ഷിയാണ് എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ട് ഞങ്ങൾക്ക് ലെറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എന്ത് നടപടിയായിരിക്കും എടുക്കുന്നത്? ഡയറക്റ്റ് പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ ഞങ്ങള് കൊണ്ടുവന്നു. നിങ്ങൾ മീഡിയാസ് എല്ലാം പുറത്തുള്ള സമയത്ത് തന്നെ അതുല്യ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ ഞങ്ങളുടെ മീറ്റിംഗ് ഹാളിൽ കൊണ്ടുവന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞു, കുമ്പളങ്ങി വീണ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിനെ കാണാൻ പോയിട്ട് വരുന്ന വഴി അൻസിബ ഹസനെ കുറിച്ച് വളരെ മോശമായിട്ട് സെക്രട്ടറി ഇന്ന കാര്യങ്ങൾ പറഞ്ഞു എന്ന്. അപ്പൊ അത് കേട്ട അൻസിബ ബോധം കെട്ട് താഴെ വീഴും. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ദൈവമേ അൻസിബ ഒരിക്കലും ഈ ലെറ്റർ വായിക്കല്ലേ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സെക്രട്ടറിക്കെതിരെ നടപടി വേണ്ടേ? ഈ സെക്രട്ടറി കത്തുകൾ റിമൂവ് ചെയ്യുന്നതിന് നടപടി വേണ്ടേ? ഈ സെക്രട്ടറി ഞങ്ങളുടെ സാമ്പത്തികം ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ നടപടി വേണ്ടേ? ഇത് ചോദ്യം ചെയ്യുന്ന ഞങ്ങളൊക്കെയാണോ കുറ്റക്കാരായിട്ട് മാറുന്നത്? നീനാക്കുറുപ്പ് എന്ന് പറയുന്നത് സെക്രട്ടറിയുടെ ശിങ്കിടിയാണ്. അത് ഞാൻ എവിടെ വേണമെങ്കിലും പറയും.
ഇവർക്ക് എല്ലാരും പുറത്താക്കണം, റിമൂവ് ചെയ്തങ്ങ് കളയുക, മെമ്പർഷിപ്പ് റിമൂവ് ചെയ്ത് കളയണം. ഇവർ പറച്ചിലാണ്. ഫേക്ക് ആണെന്നാണ് പറയുന്നത്. ഈ നീന കുറുപ്പിനെ പിന്നെ ടിനി ടോം ചീത്ത വിളിക്കുകയോ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ മാത്രമല്ല ആ ഹാളിലുള്ളത്, 100-150 ആൾക്കാരുണ്ട്. നീന കുറുപ്പിനെ പിടിച്ചു വെച്ച വ്യക്തി ഞാനാണ്. കയ്യേറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടല്ല, ഉന്നയിച്ച ആരോപണങ്ങളുണ്ടല്ലോ. എന്തോ അൻസിബ് ഉന്നയിച്ച ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ തികച്ചും കെട്ടിച്ചമച്ചതാണ്. ഇത് പറയണമെങ്കിൽ ഞങ്ങൾ ആരോടെങ്കിലും ടിനി ടോം പറഞ്ഞിട്ടുണ്ടാവില്ലേ? എന്തുകൊണ്ട് ഇത് നീന കുറുപ്പ് മാത്രം കേട്ടു? ഞങ്ങൾ 504 അംഗങ്ങളുള്ള ഒരു സംഘടനയാണ്. ഒരു 10 പേര് ടിനി ടോം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് വരട്ടെ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പിന്നെ നീന കുറുപ്പ് പറഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് 5 പേര് നീന കുറുപ്പ് പിന്നെ ടിനി ടോം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അദ്ദേഹത്തിനെതിരെ നടപടി കൊണ്ടുവരാം. പക്ഷേ നീന കുറുപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ അൻസിബ പറയണം, ഞാൻ കേട്ടു, ടിനി ചേട്ടൻ എന്നെ ഇങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടു എന്ന് ആ കുട്ടി ഒന്ന് പറയട്ടെ, ആ മോള് പറയട്ടെ. ഞങ്ങൾ അപവാദം പറയുന്നു. അൻസിബയ്ക്ക് പരാതിയുണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു അൻസിബയും മലയാളത്തിലെ മഹാനടനെയും ചേർത്ത് വെച്ചിട്ട് അപവാദം പറയുന്നത് കുക്കു പരമേശ്വരൻ എന്ന് പറയുന്നു. അപ്പൊ അൻസിബ പറയുന്നത് ന്യായമുണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞു ഉണ്ട്. കാരണം ഈ നടപടി വേണം. ഞങ്ങള് ഇതിനെതിരെ ആദ്യം എഴുന്നേറ്റ് നിന്ന് അൻസിബയ്ക്ക് വേണ്ടി സംസാരിച്ച വ്യക്തി ഈ പറയുന്ന ടിനി ടോമാണ്. നിങ്ങൾ എന്ത് വൃത്തികേടാണ് ഈ ഒരു പെൺകുട്ടിയെ പറ്റി, കല്യാണം പോലും കഴിച്ചിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയെ പറ്റി നിങ്ങൾ എന്ത് വൃത്തികേടാണ് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ച് എഴുന്നേറ്റ് നിന്ന് ഒച്ചയുണ്ടാക്കിയ വ്യക്തി ടിനി ടോമാണ് ആദ്യം. അതൊന്നും അൻസിബയ്ക്ക് അറിയില്ല. യോഗത്തിലാണോ? ഞങ്ങൾക്ക് ഈ ലെറ്റർ കിട്ടിയത് എനിക്ക് തോന്നുന്നു April 30 ഞങ്ങൾക്ക് ലെറ്റർ കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് മെയ് മാസത്തിലുള്ള ഞങ്ങളുടെ മീറ്റിംഗിൽ ഞങ്ങൾ ഈ കത്ത് എടുക്കുകയാണ്. അതുല്യയുടെ വിഷയങ്ങളൊക്കെ വരുന്നത് ഓർമ്മയില്ലേ? അപ്പൊ ഈ കത്ത് എടുത്തപ്പോ ഈ വിഷയങ്ങൾ ഓരോരോ വിഷയങ്ങൾ ഞങ്ങൾ സംസാരിച്ചിരുന്നു. സെക്രട്ടറി വളരെ മോശമായിട്ടാണ് ഈ കുട്ടിയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സരിയു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഞാൻ സാക്ഷിയാണ്, ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. സെക്രട്ടറിക്കെതിരെ തീർച്ചയായിട്ടും നടപടി വേണം. ഇത് എനിക്ക് മനസ്സിലാവുന്ന എന്താന്ന് വെച്ചാൽ ഇത് കൃത്യമായ ഒരു ഗൂഢാലോചനയിലാണ്. ഇതിപ്പോ ഇന്നലെ എന്നിലേക്ക്, ഇത് ഇന്ന് പിന്നെ ടിനി ചേട്ടനിലേക്ക്, നാളെ മറ്റൊരു എക്സിക്യൂട്ടീവ് അംഗത്തിലേക്ക് പോകും. കാരണം എന്ന് വെച്ചാൽ ഇത് വളരെ ടാർഗറ്റഡ് ആയിട്ട് ഇവർ കളിക്കുന്ന ഒരു ഗെയിമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രസിഡന്റ് അറിയുകയോ അതിൽ ഇടപെടാതിരിക്കുകയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല. കാരണം പ്രസിഡന്റിന് ഞങ്ങൾക്ക് ഈ ലെറ്റർ കിട്ടിയല്ലോ, അതുല്യ ഞങ്ങൾക്ക് പേഴ്സണലി അയച്ചല്ലോ. അന്ന് തന്നെയാണ് പിന്നെ അതുല്യ ആദ്യമേ പ്രസിഡന്റും സെക്രട്ടറിക്കും ഓരോ കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കത്ത് ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. കാരണം ഞങ്ങൾ മെയിൽ ആക്സസ് ഒന്നും ഞങ്ങൾക്കില്ല. നമ്മൾ എപ്പോഴും ഓഫീസിൽ പോകുന്നില്ല. മെയിൽ അഥവാ പോയാലും ഞങ്ങൾ ആരും മെയിൽ ഒന്നും ഓപ്പൺ ചെയ്ത് നോക്കാറില്ല. ഓക്കെ, ഈസിയിലാണ് ഇങ്ങനത്തെ കത്തുകളൊക്കെ വെക്കുക. അപ്പൊ പ്രസിഡന്റും സെക്രട്ടറിക്കും മാത്രമായിട്ടാണ് ഈ കുട്ടി ആദ്യമേ ഒരു കത്ത് കൊടുക്കുന്നത്. അപ്പൊ പ്രസിഡന്റ് പറഞ്ഞു, അതുല്യ ഞാൻ പരിഹാരം ഉണ്ടാക്കാം, അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് വരട്ടെ. പ്രസിഡന്റ് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പ്രസിഡന്റ് അത് ഒരിക്കലും ഹൈഡ് ചെയ്യുകയില്ല. അപ്പോ പിന്നെ പ്രസിഡന്റ് പറഞ്ഞു, അടുത്ത ഈസിയിൽ നമുക്ക് ഇത് എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ആണ് ഈ കുട്ടിയെ പിന്നെ അച്ചടക്ക ലംഘനമെന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ട് വർക്കിന് എഫിഷ്യന്റ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടിയെ ഞങ്ങളുടെ കുക്കു പരമേശ്വരൻ പിന്നെ സസ്പെൻഡ് ചെയ്യുന്നത്, ഡിസ്മിസ് ചെയ്ത് കളയുന്നത്. ഏകപക്ഷീയമായിട്ട് അങ്ങനെ ഒരു തീരുമാനം? ഏകപക്ഷീയമായിട്ട് പുള്ളിക്കാരി എടുത്ത തീരുമാനമാണ്. അത് പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ പിന്നെ ഇത് എടുത്തു എന്ന് മാത്രമല്ല, അന്ന് ഞങ്ങൾ ഈ കുട്ടിയെ വിളിച്ചു വരുത്തി. ഞങ്ങളുടെ പിന്നെ സെക്യൂരിറ്റി ഗാർഡിനെതിരെയും ഇവർ ഭയങ്കര മോശം പറയും. കാരണം സെക്യൂരിറ്റി ഇതുപോലെ കത്തുകൾ തന്നിട്ടുണ്ടായിരുന്നു. ആ കത്തുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അന്നത്തെ ദിവസം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം മീറ്റിംഗ് ഇല്ലാതെ ഞങ്ങൾ എങ്ങനെയാണ് കത്ത് എടുക്കുക? കത്ത് എടുത്തു തീർച്ചയായിട്ടും എടുത്തു. അന്ന് നടപടി എടുത്തത് ഈ പറയുന്ന ഉണ്ണി ശിവപാലിനെതിരെ. അതെ. അപ്പോൾ കുക്കു പരമേശ്വരനെതിരെ നടപടി എടുക്കുന്നില്ലെന്ന് മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു. അന്ന് ശതമാനം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇടയിലുള്ള വിഷയമാണ്, ഞങ്ങൾ ചർച്ച. അതെ. കാരണം അതിൽപ്പെട്ട ഈ പറയുന്ന ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്യാനിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ജനറൽ ബോഡിയിൽ സംസാരിക്കാനിരിക്കെ തന്നെയായിരുന്നു. അത് മാത്രമല്ല, അതിനു മുൻപും ഞങ്ങൾക്ക് പല കാര്യത്തിനെ കുറിച്ചും സാധൂകരിക്കുന്ന തെളിവുകൾ ഞങ്ങൾക്ക് ശേഖരിക്കണമായിരുന്നു. കാരണം ഈ CCTV കുറിച്ച് പറയുന്നത് ഞങ്ങൾക്ക് പരിശോധിക്കണമായിരുന്നു. ശരിയാണ്, ആകെ 16 CCTV ഉണ്ടായിരുന്നിടത്ത് അത് ബാത്റൂമിന്റെ വാതിക്കലടക്കം 21 CCTV വെച്ചിട്ടുണ്ട്. താക്കോലുകൾ ഞങ്ങൾക്ക് തരണ്ട എന്ന് പറഞ്ഞത് ശരിയാണോ എന്ന് ഞങ്ങൾക്ക് അന്വേഷിക്കണമായിരുന്നു. അങ്ങനെ പല വിവരങ്ങളും ഞങ്ങൾക്ക് ശേഖരിക്കണമായിരുന്നു. നമുക്ക് ഒറ്റയടിക്ക് കണ്ണും പൂട്ടി നമുക്ക് നാളെ തൊട്ട് നിങ്ങൾ വരണ്ടാട്ടോ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ലല്ലോ. അപ്പം അതിനു വേണ്ടിയിട്ടാണ്, അതിന്റെ നടപടിക്രമം എന്ന രീതിയിലാണ് നമ്മളൊന്ന് അമിക്കബിൾ ആയിട്ട് അതിനെ അങ്ങനെ അങ്ങ് വിട്ടുകളഞ്ഞല്ല. സെക്രട്ടറിക്കെതിരെ നടപടി എടുക്കാൻ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും. പിന്നെ നടപടി എടുക്കണ്ടേ?
ഒരു പെൺകുട്ടി നിന്ന നിൽപ്പിൽ അവരുടെ വീട്ടിൽ ജോലിക്ക് പോയ കുട്ടിയല്ലല്ലോ അതുല്യ എന്ന് പറയുന്ന കുട്ടി. ആ കുട്ടിയെ പിരിച്ചുവിടുക, പിന്നെ എന്താ പറയാ, ഞങ്ങളുടെ മുഹമ്മദ് എന്ന് പറയുന്ന സെക്യൂരിറ്റിക്കെതിരെ അലിഗേഷൻസ് കൊണ്ടുവരിക, സെക്യൂരിറ്റി കൊടുത്ത പരാതി പിന്നെ ഇത് വ്യാജ പരാതിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പല കഥകളും ഉണ്ടാക്കി പറയാ. ഇതെല്ലാം അവിടെ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഏറ്റവും സ്പഷ്ടമായിട്ട് സത്യത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ശബ്ദങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യുക എന്നത് തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനറൽ സെക്രട്ടറിക്കെതിരെ ഇങ്ങനെ നടപടി എടുക്കാനുള്ള കാര്യങ്ങളെല്ലാം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. അതെ, ആ സമയത്താണ് ഇപ്പോൾ നേരെ എതിരിൽ നിൽക്കുന്ന ടിനി ടോമിനെതിരെ ഒരു പരാതി വന്നിരിക്കുന്നത്. അതെ, അതുകൊണ്ടാണോ ഇത് പ്രസിഡന്റ് ആസൂത്രിതമാണെന്ന് പറയുന്നത്? തീർച്ചയായിട്ടും അങ്ങനെയാണ്. അങ്ങനെയല്ലേ ഭയക്കേണ്ടത്? കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയല്ല ഭയക്കേണ്ടതെന്നല്ല, അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്നലെ ഒരു വലിയ ഐ ക്യാമ്പയിനിങ് നടക്കുകയാണ് ഞങ്ങളുടെ ഓഫീസിൽ. ആ സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം നമ്മൾ കേൾക്കുന്നത്. ഇതൊക്കെ എന്നോ കഴിഞ്ഞു പോയിട്ടുള്ള വിഷയങ്ങളാണ്. ഈ നീന ചേച്ചിക്ക് കംപ്ലൈന്റ് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് തന്നെ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാമായിരുന്നു. ഈ നീന കുറുപ്പ് അത്ര ബോൾഡ് അല്ലാത്തൊരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇൻഡോർ സ്റ്റേഡിയത്തിന് മതിലിനോട് ചേർന്നിരിക്കുന്നതല്ലേ കടവന്ത്ര പോലീസ് സ്റ്റേഷൻ. എന്തുകൊണ്ടാണ് അവര് പോലീസ് സ്റ്റേഷനിൽ പോകാത്തത്? എന്തുകൊണ്ടാണ്? നീന കുറുപ്പാണ് ഈ വാക്കുകളൊക്കെ പറയുകയും ഭയങ്കര ഷൗട്ട് ചെയ്യുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത്. ഞാൻ കണ്ടത് അതാണ്. ഇന്നലെ ഒരു ആരോപണം വന്നു. അതായത് ജനറൽ സെക്രട്ടറിയാണ് അമ്മയിലെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്, പ്രസിഡന്റിനെ നോക്കുകുത്തിയാക്കി നിർത്തുകയാണെന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് സത്യമല്ലേ? ആ പറഞ്ഞ പരാമർശം തീർച്ചയായിട്ടുമാണ്. കാരണം വെച്ചാൽ പിന്നെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇവിടെ ആവശ്യങ്ങൾ ഉള്ളപ്പോൾ മാത്രമാണ് വരുന്നത്. പക്ഷെ എനി ടൈം ഏത് പച്ച പാതിരാത്രിക്ക് നമുക്ക് പ്രസിഡന്റിനെ ഫോൺ വിളിക്കാൻ പറ്റും. പ്രസിഡന്റിനെ എന്ത് കാര്യം മെസ്സേജ് അയച്ചാൽ അതിനപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ആ പ്രസിഡന്റിനെ യാതൊരു കാര്യങ്ങളും അറിയിച്ചിട്ടില്ല. അത് ഇന്ന് രാവിലെ മാല പാർവതി ചേച്ചി ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ശ്വേത ഇതൊന്നും അറിയുന്നില്ല. അറിയിച്ചാലല്ലേ അറിയാൻ പറ്റുള്ളൂ. രാവിലെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടണം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. പിരിച്ചുവിടണ്ടേ? വന്നാൽ പിരിച്ചുവിടട്ടെ. അല്ലാതെ ഇപ്പൊ നമ്മളെന്താ പറയുക? അതിൽ ആധികാരികത പരിശോധിക്കണം. അതായത് ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ളത് നമുക്കറിയാനുള്ള ഒരു റൈറ്റ് ഇല്ലേ? നമ്മളിങ്ങനെ പറഞ്ഞിട്ടില്ല. അൻസിബയ്ക്കെതിരെ പരാതി കൊടുത്ത വ്യക്തി ഞാനാണ്. അത് വളരെ രഹസ്യമായിട്ട് അത് പരിഹരിക്കുകയും ചെയ്തു. ഞങ്ങൾ ഈ പറഞ്ഞ ജിഹാദി ആരോപണമോ രാഷ്ട്രീയമോ വർഗീയമായിട്ടോ മതപരമായിട്ടോ കണ്ടിട്ടില്ല അതിനെ. കാരണം അൻസിബ മാത്രമല്ല അതിനെ ഒപ്പോസ് ചെയ്ത്. പിന്നെ അൻസിബയ്ക്ക് മാത്രം ഇതിന് എങ്ങനെയാണ് പ്രശ്നം വരുന്നത്? മനസ്സിലായില്ലേ? അപ്പോ ഒരു ഇപ്പൊ ഞാൻ അയച്ച വോയിസ് മെസ്സേജ്, ശരി ഞാൻ തെറ്റ് ചെയ്തു, എന്നെ കുറച്ച് നാളത്തേക്ക് മാറ്റി നിർത്തിക്കൂടെ, ഞാൻ തെറ്റ് ചെയ്തു, പക്ഷേ എന്നെ അങ്ങ് സസ്പെൻഡ് ചെയ്ത് വിടണം, എന്നെ ഇതിനകത്തൊന്ന് മെമ്പർഷിപ്പും കട്ട് ചെയ്ത് വിടണം. ഇതൊക്കെയാണ് ഇവരുടെ അജണ്ട. ആ അജണ്ട നടപ്പാക്കാതെ വരുമ്പോ അടുത്ത ആരിലേക്ക് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സെക്രട്ടറി ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും എന്നുള്ളത് സെക്രട്ടറിക്ക് 100% അറിയാം. അതുകൊണ്ട് ഇവരെല്ലാരും കൂടെ ചേർന്നിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോഹൻലാലായിരുന്നു നേരത്തെ പ്രസിഡന്റ്. നല്ല നേതൃത്വമായിരുന്നു ആ സമയത്ത്, അഭിപ്രായമുള്ള നേതൃത്വമായിരുന്നു. ഇപ്പോൾ ഈ വിഷയങ്ങളിൽ അവരാരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ? അവരോട് ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ?